ഈ മലയാളികൾക്ക് ഭയങ്കരമായിട്ടുള്ള സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണോ, അതോ ഞങ്ങളെന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള തോന്നൽ കൊണ്ടാണോ ഈ പറയുന്ന നമ്മുടെ രൺബീർ അലഹാബാദിയുടെ ഷോയിനെ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. അതിലൊരാൾ ചോദിച്ചെന്താ ചോദ്യം, അത് വളരെ ആ ഷോ മുഴുവൻ കണ്ടിട്ടില്ലെന്ന് തോന്നണം. ആ ഷോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയവർക്കൊക്കെ അറിയാം. അതായത് ബാക്കിയുള്ളവർ ചോദിച്ച ചോദ്യവും അതായത് ആ കുട്ടി കേരളത്തിൽ നിന്നാണ് വന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ, കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേടത്തൊക്കെ ഇവരെ രൺബീർ അലഹാബാദി ചോദിച്ച പോലത്തെ നോൺസെൻസ് ചോദ്യമാണെങ്കിൽ ഈ പെൺകുട്ടി വന്നപ്പോൾ ചോദിച്ചത് പൊളിറ്റിക്സിനെ പറ്റിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് മറ്റേത് സംസ്ഥാനത്തിലുള്ള വന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു ഇതേപോലെ? ഇല്ലല്ലോ. ഈ പറഞ്ഞ കേരളത്തിൽ നിന്നൊരു കുട്ടി വരുന്നു, ആ കുട്ടിയോടെയാണ് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാണം കെടുത്തി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി തന്നെയല്ലേ. എടോ, ഈ ലോകത്തെ ഏറ്റവും വലിയ ഇല്ലട്രസിയാണ് ഈ പൊളിറ്റിക്കൽ ഇല്ലട്രസി. അത് ഈ പല ആൾക്കാരും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കൊടി പിടിച്ച് നടക്കണതോ അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ദാബാദ് വിളിക്കുന്നതോ മാത്രമല്ല രാഷ്ട്രീയം. ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന കൊടി പിടിച്ചിടക്കിയ സിന്ദാബാദ് ഒന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ എനിക്കിപ്പോൾ എന്നോട് ചോദിക്കണേ ഈ രാജ്യത്തിലെ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ അഭിപ്രായം പറയുന്നു. അതെല്ലാം നല്ല രാഷ്ട്രീയമാണ് ബേസിക്കലി. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തെക്കാളും കൂടുതൽ ഫോർ ദ പീപ്പിൾ സിനിമയിൽ നരേൻ്റെ കഥാപാത്രം മറ്റേ ആളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അരവിന്ദിന് അച്ഛനെ പോലെ രാഷ്ട്രീയം ഉണ്ടോയെന്ന്. അപ്പോൾ തിരിച്ചു പറഞ്ഞ ഡയലോഗ് ഉണ്ട്, രാഷ്ട്രീയം ഉണ്ടോ എന്നറിയില്ല, പക്ഷേ അങ്ങനെ എന്തല്ലോ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ബോധമുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ബോധം, രാഷ്ട്രബോധം പ്ലസ് രാഷ്ട്രീയം, ഇതെല്ലാം വേണ്ടൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന പോലെ എനിക്ക് രാഷ്ട്രീയമില്ലെന്നോ ഞാൻ വോട്ട് ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമുണ്ട്. പിന്നെ ആ രൺബീർ അലഹാബാദിയെ പറഞ്ഞൊരു സംഭവത്തെ പറ്റി കുറേ എണ്ണം കയറി മെക്കിട്ട് കയറുന്നുണ്ട്. അതായത് പിന്നെ അതിന് പറയുന്നതിന് മുമ്പ് ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി പറയാനുണ്ട്, അത് മറന്നു പറഞ്ഞില്ലെങ്കിൽ. ഇപ്പം ഇനി കുറേ എണ്ണം പറഞ്ഞിട്ട് ലിറ്ററസിയുടെ പേരും പറഞ്ഞ് നമ്മളെ കളിയാക്കി നോക്കാം. ഈ ലിറ്ററേറ്റ് എന്ന് പറയുന്ന മലയാളികൾ തന്നെ ജില്ലയിൽ തിരിച്ച് കളിയാക്കുന്നില്ലേ? ഇപ്പം ഈ പറയുന്ന പോലെ കൊല്ലംകാർ ഭയങ്കര പിശുക്കന്മാരാണെന്നും ഈ പറയുന്ന കോഴിക്കോട്ടുള്ളവരെല്ലാവരും ഗേസ് ആണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന എറണാകുളം ജില്ലയിലുള്ളവരെല്ലാം ഭയങ്കരമായിട്ടുള്ള ഡ്രഗ് അഡിക്ട്സ് ആണെന്നും ഈ പറയുന്ന എന്താണ് അയ്യോ ഇടുക്കിക്കാരെന്ന് പറയണത് മറ്റേ റേഞ്ച് ഇല്ലാത്തവരാണെന്നൊക്കെ ഉള്ള തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ റിയൽ ലൈഫിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടങ്ങളിൽ താമസിച്ചുള്ളവർക്കും പോയവർക്കൊക്കെ അറിയാം അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത്. ഈ എറണാകുളം ജില്ലയിൽ ഡ്രഗ് എന്ന് പറയുന്നത് പുറത്തുള്ളവന്മാരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ പറയണ എറണാകുളം ജില്ലയ്ക്ക് ചീത്തപ്പേര് വരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. പുറത്തുനിന്ന് വന്നവന്മാർ എന്തെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാക്കും, അവസാനം ഈ പറയുന്ന പോലീസ് പിടിക്കും. അപ്പം എന്താ എറണാകുളത്ത് വെച്ച് പിടിച്ചു, അതാണ് സംഭവം. പുറത്തുനിന്ന് വന്നവന്മാർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എറണാകുളം ജില്ലയുടെ തലയിലായി. അതാണ് ഇതിൻ്റെ സംഭവം, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളുടെ കാര്യത്തിലും. അപ്പം അത് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഓക്കെ ഫൈൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയും ഏതെങ്കിലും നോർത്ത് ഇന്ത്യക്കാരൻ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരം അല്ല, നമ്മൾ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണിച്ചു കൂട്ടണം. അല്ലെങ്കിൽ ഇത്ര ടോളറൻസ് ഇല്ലായ്മ എന്തിനാണ് കാണിക്കണേ? ഒരാളെന്തെങ്കിലും പറഞ്ഞു അതിനിപ്പോൾ ഇത്രയും പറയേണ്ട കാര്യം എന്താ? ഒരാളെന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ അത് ഓക്കെ, ഇപ്പോൾ പോയിന്റ് ഉണ്ടെങ്കിൽ എടുക്കണം, പോയിന്റ് ഇല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണം. ഇനി ഭയങ്കരമായ പ്രശ്നമാണ് പറയണമെങ്കിൽ റിയാക്ട് ചെയ്യണം. ദാറ്റ്സ് എ തിങ്. അതാണ് സംഭവം. അല്ലാതെ വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. അത് റിയാക്ട് ചെയ്യാൻ മാത്രമേ ആ പറയുന്ന 100% ലിറ്ററസിയുടെ കാര്യത്തിലും. ഇനി അടുത്ത് നമ്മൾ നേരത്തെ നിർത്തിവെച്ച വിഷയമായ നമ്മുടെ രൺബീർ അലഹാബാദി പറഞ്ഞ കാര്യം. ഒരാൾ സെക്സ് ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയാണ്. അത് സെക്സ് ആയിക്കോട്ടെ മാസ്ട്രബേഷൻ ആയിക്കോട്ടെ, അത് അയാളുടെ സ്വകാര്യതയാണ്. നമുക്കൊരിക്കലും അത് ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ബട്ട് അത് പബ്ലിക് ചെയ്താൽ ഓഫ്കോഴ്സ് ഇത് തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു ഈ പറയുന്ന പോലെ ഒരു റൂമിൻ്റെ അകത്ത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൈവസിയോടെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും തെറ്റായ കാര്യമല്ല. അത് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ്. അതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. അതായത് ഇപ്പം ചോദ്യം ഞാൻ പറയുന്നില്ല, അത് എനിക്കെന്തോ പറയണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ചോദ്യം പുള്ളി കോപ്പി അടിച്ച് പറഞ്ഞതാണ്. അന്നെനിക്കറിയാമോ, വിദേശത്തൊരു ആങ്കർ വേറൊരു ആളോട് ചോദിച്ചൊരു ചോദ്യമാണിത്. ഇതേ സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരു ആങ്കർ വിദേശത്താണ്. അവിടെ അപ്പോൾ ഒരാരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും പറയാൻ മാത്രമായിട്ടുള്ളതെന്ന് എനിക്ക് അവിടുത്തെ ഇവിടുത്തെ കൾച്ചർ തമ്മിലുള്ള വ്യത്യസ്തമാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആവശ്യമില്ലാതെ എല്ലാത്തിലും കിടന്ന് ഇൻടോളറൻ്റ് ആയി ഭയങ്കരമായി സംസാരിക്കുന്നതിനേക്കാളും
അതിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ കുറേ എണ്ണം പറയുന്നുണ്ട് ഡാർക്ക് കോമഡി നിരോധിക്കണമെന്നൊക്കെ. അതിൽ ഡാർക്ക് കോമഡി നിരോധിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഫാമിലി ഗൈ എന്നുള്ള ഷോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ എടാ നീ സൂപ്പറാടാ എന്ന് പറയണ ആ ഷോ ഒരു ഡാർക്ക് കോമഡിയാണ്. പോട്ടെ, ഇവിടെ അമേരിക്കൻ സൈക്കോ എന്ന സിനിമ ഇറങ്ങി, ഇവിടെ മുകുന്ദനുണ്ണി അസോസിയേഷൻ സിനിമ ഇറങ്ങി, ഇതിലൊക്കെ ഡാർക്ക് കോമഡി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ ഡാർക്ക് കോമഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ എവിടെയായിരുന്നു? ഈ ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്തെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രൺബീർ അലഹബാദിയുടെ വായിൽ നിന്നൊരു സാധനം വന്നു, അത് കയ്യിൽ നിന്ന് പോയി. ബേസിക്കലി ഇത്രയും വലിയ പ്രശ്നമൊന്നും പുള്ളിയും ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പുള്ളിയിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന്. അതായത് ഈ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞാൽ അവർ റിയൽ ലൈഫിലും അവർ ഈ പറഞ്ഞ റീൽസിലും അല്ലേ, റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. ശരിക്കും ആദ്യമായിട്ട് ഞാനിത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, അത് ഇങ്ങനെ ഇത് പറഞ്ഞല്ലോ എന്നുള്ളത്. കാരണം ഞാൻ പുള്ളിനെ എൻ്റെ ഒരു സ്കൂൾ ടൈം, ഒരു ഹൈസ്കൂൾ കോളേജ് ടൈമിൽ ഫുള്ളായിട്ടൊന്നുമില്ല, ഒരു ഹൈസ്കൂൾ ടൈമിലൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ പുള്ളിയുടെ ചില വർത്താനമൊക്കെ കേട്ടിട്ട് എന്ത് വർത്താനമാണ് ഈ പറയണതെന്നൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ വേണമെന്ന് ഞാൻ അൺഫോളോ ചെയ്തതേ ഉള്ളൂ പുള്ളിനെ. പിന്നെയാണ് ഞാൻ ഈ പറയണത്. പക്ഷേ ഞാൻ ഇടക്കിടക്ക് പുള്ളിയുടെ വീഡിയോസ് കാണാറുണ്ട്, കൊള്ളാവുന്ന എന്തെങ്കിലും വീഡിയോസ് അത് കാണാറുണ്ട്. അത് അങ്ങനെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സംഭവം ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയണില്ലെന്ന്, വെറുതെ ഇനി പറഞ്ഞിട്ട് വെറുതെ സമയങ്ങളാണ് എന്തിനാ. അപ്പോൾ എന്നാൽ ശരി, താങ്ക്സ്.